നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയും അഥവാ കപ്പ ബിരിയാണിയാണ്. ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ ബിരിയാണി വേവിക്കുന്നതിന് വേണ്ടി നമുക്ക് ബീഫ് ബോയിൽ ചെയ്യേണ്ടതുണ്ട്. ബീഫിൽ ചേർക്കുന്ന മസാല നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 20 തുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ചെറിയ ഒരു ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒപ്പം പച്ചമുളക്, അതോടൊപ്പം തന്നെ ഒരു 20 ചെറിയുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും. സവോള എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് നമ്മൾ ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലും കപ്പയ്ക്ക് ആവശ്യമായ ഇറച്ചിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 750 ഗ്രാം മുഴനെഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുഴനെഞ്ചും മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് വേവിക്കുന്നതിന് വേണ്ടി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കപ്പ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കപ്പയുടെ വേവ് നോക്കാം. കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഏകദേശം നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും. നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം.
നമ്മളിന്ന് തയ്യാറാക്കിയ കോട്ടയം ശൈലിയിലുള്ള കപ്പയും മുഴനെഞ്ചും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം.